friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പിങ്കി വെള്ളയപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. പൂ പോലെ നമുക്ക് എങ്ങനെ നല്ല പിങ്കി വെള്ളയപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് തന്നെ നമുക്ക് അരി കുതിർത്ത് വെക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ 1.5 കപ്പ് അരിയുണ്ട് ഇത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി അരിയും ഉഴുന്നൊക്കെ നന്നായി കഴുകിയിട്ട് നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് എടുത്ത് വരാം. അപ്പം ഞാനിതുപോലെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് രാവിലെ ചെയ്തു വെച്ചാൽ ഈവനിങ് നമ്മളിത് അരച്ചെടുക്കും. എന്നിട്ട് ഇത് നമ്മൾ പിറ്റത്തെ ദിവസം മോർണിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അരിയൊക്കെ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം. ഈ വെള്ളത്തിലല്ല കേട്ടോ ഞാൻ ഈ അരി അരച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരയാൻ പാകത്തിന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങ വെള്ളമാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഒക്കെ ഉടയ്ക്കുമ്പോൾ ഞാൻ ആ വെള്ളം സ്റ്റോർ ചെയ്യും ഫ്രീസറിൽ. എന്നിട്ട് ഇങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കുന്ന ദിവസം ഞാൻ അതെടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അപ്പം കിട്ടും കേട്ടോ. ഈസ്റ്റ് ഒന്നും ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതോടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നമ്മൾ ഓവർനൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് പിറ്റേ മോർണിംഗിലാണ് നമ്മളിത് വെള്ളപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഇത് ഇവിടെ മാറ്റി വെക്കട്ടെ. നമ്മളത് വെള്ളപ്പല്ലേ, വെള്ളപ്പത്തിന് വെള്ള കളറിൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഞാനിത് പിങ്കി അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പിങ്ക് കളറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ഒന്ന് മുഴുവനായിട്ടൊന്നും വേണ്ട, നമ്മൾക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ചിട്ട്. അപ്പോൾ കണ്ടല്ലോ പിങ്കി കളർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല എൻ്റെ കൈയൊക്കെ കണ്ടല്ലോ നല്ല കളറായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതൊന്ന് അരിഞ്ഞെടുത്തപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാനായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നമുക്കിതിലേക്ക് പിഴിയുമ്പോൾ നമുക്കതിൻ്റെ നീര് കിട്ടും. അപ്പോൾ എത്രത്തോളം കളർ ആവശ്യമുണ്ടോ, നല്ല ഡാർക്ക് കളർ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അപ്പത്തിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ബീട്രൂട്ട് ഇതിൽ ചേർത്തെന്ന് കരുതി അപ്പത്തിന് വേറെ ടേസ്റ്റ് മാറ്റം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. മധുരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കളർ മാറ്റി കൊടുക്കുമ്പോൾ അതൊരു ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഇനി നമ്മളെ വെള്ളപ്പത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ടെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടിട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പം അതൊക്കെ അതൊന്ന് ഇളക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അപ്പം ചുടാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വെള്ളപ്പച്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ചുറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ പൂവിൻ്റെ ഇതിൽ കിട്ടാനായിട്ട് നമുക്ക് ഒരു 4-5 ഭാഗത്തേക്ക് സൈഡിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം ചുറ്റിച്ചു കൊടുത്ത് പിന്നെ ചുറ്റിക്കാൻ നിൽക്കരുത്. ഇനി നമുക്ക് മൂടി വെച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അപ്പം റെഡി ആയിട്ടുണ്ടാവും. കണ്ടല്ലോ, നമ്മൾ പിങ്കി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പൂ പോലെ നമ്മുടെ പിങ്കി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം.
അപ്പോൾ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ വെള്ളപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാതും ചുട്ടെടുത്ത് കഴിഞ്ഞു. പൂ പോലത്തെ നമ്മളെ വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഒരു ലവ് ഷേപ്പിലും ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇതുപോലെ നിങ്ങളെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് ഒരു പ്രാവശ്യം ചിലപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ പറ്റിയൊന്നും വരില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.